ഇപ്പോൾ പലർക്കും ഇമെയിലായിട്ടും SMS ആയിട്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് ഉള്ളതായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വിവരം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, ഇല്ലെങ്കിൽ ഫൈൻ വരും എന്നാണ്. ആർക്കാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുന്നതെന്ന് നോക്കാം. അതിനകത്ത് പറയുന്നത് ഈ റെസിഡൻറ്റ് ഇന്ത്യൻസ്, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് ഇതിനുള്ള ബാധ്യത. അവർ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണ്, അല്ലാത്തവർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണ്. റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് അല്ലെങ്കിൽ ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ചെയ്യുമ്പോൾ അത് കാണിക്കേണ്ടതുണ്ട്. അതിന് ഷെഡ്യൂളുണ്ട്. നമ്മൾ ITR 1 അല്ല ITR 4 ഉണ്ടാവില്ല. ITR 2 അല്ലെങ്കിൽ ITR 3 ഈ രണ്ട് റിട്ടേൺ ഫോമിലാണ് ഈ ഷെഡ്യൂൾ FA അല്ലെങ്കിൽ FSI ഈ രണ്ട് ഷെഡ്യൂളുള്ളത്. ആ ഷെഡ്യൂളിലാണ് ഒന്നതിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് കാണിക്കുക, മറ്റത് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കുക. റിട്ടേണിൽ അത് കാണിക്കേണ്ടതുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫോറിൻ അസറ്റുകൾ, അതുപോലെ തന്നെ ജോയിൻറ്റ് ഹോൾഡേഴ്സായിട്ട് വേറെ ആര് മക്കളായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടോ ജോയിൻ്റ് ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചു ഫോറിൽ, ആ കേസുകളിലും ഇത് വരും. അത് ബെനിഫിഷ്യറി ഓണർഷിപ്പ് സ്വന്തം അക്കൗണ്ടിൽ തന്നെ വേണമെന്നില്ല, ജോയിൻറ്റ് ഹോൾഡർ ആണെങ്കിൽ പോലും ഇത് വരും. അങ്ങനെയുള്ളവരും ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് ഇത് രണ്ടും മാൻഡേറ്ററി ഡിക്ലെയർ ചെയ്യണം. ഒരു ഇൻകം ഇല്ലാത്തൊരു ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ചു, റെസിഡൻറ്റ് ഇന്ത്യനാണ്, പക്ഷേ ആൾക്ക് സാധാ കേസിൽ റിട്ടേൺ വരേണ്ട ആവശ്യമല്ലോ, ടാക്സ് ബെനിഫിറ്റ് താഴെയാണ്. പക്ഷേ ഈ കേസിലുണ്ട്. ആൾക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഓണർ ആണെങ്കിൽ അയാൾ ഒരു ഇൻകവും ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും ഈ ഫോം ഫയൽ ചെയ്ത് ഡിക്ലെയർ ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഫൈൻ വരും. ഈ ഫൈൻ വരുന്ന മാക്സിമം പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയാണ് ഫൈൻ വരാവുന്ന പോർഷൻ. ഇത് ആക്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്ത് റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഫോറിൻ എക്സ്ചേഞ്ച് അസറ്റ് ഉണ്ടായിരുന്നിട്ടും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സമയമുണ്ട്. ഈ ഡിസംബർ 31, 2025 ഫയൽ ചെയ്യാം. ആ ഓൾറെഡി ചെയ്ത റിട്ടേൺ എടുത്ത് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഗൽ കംപ്ലൈ ചെയ്തു ശരിയായിട്ട് പോകും.